ഇന്ന് എൻ്റെ കുട്ടപ്പൻ്റെ കുളി സീനായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പൂച്ചകളോടും പട്ടികളോടും വളരെയധികം ഇഷ്ടമുണ്ട്. അപ്പോൾ പട്ടിയെ മേടിച്ച് തരില്ല എന്ന് ഉറപ്പായപ്പോൾ അങ്ങനെ എനിക്കൊരു പൂച്ചയെ കിട്ടിയതാണ്. ഒരു ചക്കിപ്പൂച്ച. അവളുടെ പേര് ചിന്തു എന്നാണ്. അവളുടെ 6ാമത്തെ പ്രസവത്തിലുള്ള കുഞ്ഞാണ് ദാ ഇത് കേട്ടോ. ഇവൻ്റെ പേര് കുട്ടപ്പൻ. പിന്നെ ഒരു കണ്ടംപൂച്ച ഉണ്ടായിരുന്നു, ചെക്കാപ്പി. അപ്പോൾ അവനും എവിടെയോ പോയി. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ അമ്മയും അച്ഛനും അനിയനുമൊക്കെ. അപ്പം വാടകയ്ക്ക് വേറൊരു വീട്ടിലൊക്കെ താമസം മാറി വന്നപ്പം എൻ്റെ ചിന്തു എവിടെയോ പോയി. ഇനി പട്ടി കടിച്ച് എന്തെങ്കിലും സംഭവിച്ചതാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. ചിന്തുവിനെ കാണാതെ പോയി. അങ്ങനെ ഞങ്ങൾ അന്വേഷിക്കാത്ത സ്ഥലങ്ങളൊന്നുമില്ല. വീട്ടിൽ പോകുമ്പോഴെല്ലാം ഞാൻ ചിന്തുവെന്ന് വിളിച്ച് നടക്കും. കല്യാണത്തിന് മുന്നേ ഒക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പൂച്ചകളൊക്കെ എൻ്റെ കൂടെയാണ് കിടന്നുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം അവയൊക്കെ ഡെറ്റോളിനകത്ത് മുക്കി ഒക്കെ ആയിട്ട് തുടച്ചും ഒക്കെ എടുത്ത് വൃത്തിയാക്കിയിട്ടൊക്കെ ആയിരിക്കും എൻ്റെ കൂടെ കിടത്തുക. അത് കിടത്തുന്നത് നല്ലതല്ല എങ്കിൽ പോലും അങ്ങനെ ചെയ്യും. പിന്നെ ഒരുപാട് ചെളി ഉള്ളത് നോക്കി അനുസരിച്ച് കുളിപ്പിക്കും. അല്ലെങ്കിൽ ഞായറാഴ്ച ഒരു കുളി ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇവനെ ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് കുളിപ്പിക്കാറുമല്ല, ദേഹം തുടയ്ക്കാറും അത്യാവശ്യം മരുന്നും എല്ലാം വെക്കാറുണ്ട്. വാക്സിൻ എടുക്കാൻ ഇതുവരെയായിട്ടും പിന്നീട് പോയില്ല. അപ്പോൾ ഒന്ന് കൊണ്ടുപോകണം. കഷ്ടപ്പെട്ട് കുളിപ്പീരെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്താൻ വെയിൽ കായാൻ പോയതായിരിക്കുമെന്ന്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായ മണ്ണിനകത്ത് കിടന്നുരുവാണ്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ പൂച്ചയുണ്ടോ? മഹാവികൃതിക്കാരന്.